ഈ ദിവസം രാവിലെ പുലർന്നത് തന്നെ ഇങ്ങനെ ഒരു വാർത്തയുടെ ആയിരുന്നു. ഒരു രസകരമായ ഒരു വാർത്ത ഇതിനിടയിൽ വരുന്നുണ്ട്. അത് സ്കൈ ന്യൂസിന്റെ യാൽഡ ഹക്കിം എന്ന് പറയുന്ന റിപ്പോർട്ടറോടാണ് കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത്. അവരുടെ ഇന്റർവ്യൂവിലായിരുന്നു ഈ പാകിസ്ഥാൻ തീവ്രവാദ നഴ്സറിയായി വളർന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു, ഇത്രയും കാലം ഈ ഡേർട്ടി ജോബ് ചെയ്തത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന ഖ്വാജ ആസിഫിന്റെ വെളിപ്പെടുത്തൽ ഈ യാൽഡ ഹക്കീമുമായി നടത്തിയ ഇന്റർവ്യൂവിലായിരുന്നു. ഇന്ന് രാവിലെ ഈ ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാന്റെ വാർത്താവിനിമയ മന്ത്രി അട്ടത്തുള്ള തരാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹമാണ് ലോകത്തിന് മുന്നിൽ വന്ന ഇതാ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു, ഞങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്, ഇന്ത്യ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ അത്തത്തുള്ള തരാറായിരുന്നു. ഈ അത്തത്തുള്ള തരാറുമായി ഒരു ഇന്റർവ്യൂ ഇന്ന് രാവിലെ യാൽഡ ഹക്കീം നടത്തുന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ച് അത്തത്തുള്ള തരാർ പറയുകയാണ്, പാകിസ്ഥാൻ ഇതുവരെയും ഒറ്റ ടെററിസ്റ്റ് ക്യാമ്പുകളും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലും അങ്ങനെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വളരാൻ വേണ്ട മണ്ണുണ്ടാക്കിയിട്ടില്ല, തീവ്രവാദത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ വഴിക്ക് അവർ തന്നെ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ പ്രതിരോധ മന്ത്രി എന്നോടാണല്ലോ പറഞ്ഞത് ഞങ്ങൾ 3.5 പതിറ്റാണ്ടോളം ഈ ഡേർട്ടി ജോബ് ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഡേർട്ടി ജോബ് ചെയ്തു എന്ന് നിങ്ങളുടെ പ്രതിരോധ മന്ത്രി എന്നോടാണല്ലോ സംസാരിച്ചത്. അടുത്ത അവരുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, എവിടെ നിന്നാണ് ഒസാമ ബിൻ ലാദനെ പിടിച്ചത് എന്നതായിരുന്നു അവരുടെ ചോദ്യം. അങ്ങനെ ഓൺ എയർ തന്നെ അദ്ദേഹത്തിന്റെ വായടപ്പിക്കുന്ന തീവ്രവാദവുമായി പാകിസ്ഥാന് പുലബന്ധം പോലും ഇല്ല എന്ന പാക് വാർത്താവിനിമയ മന്ത്രി അത്തത്തുള്ള തരാറിന്റെ വാക്കുകളെ ഒരു മാധ്യമ പ്രവർത്തക തന്നെ വായടപ്പിച്ചത് കാണുമ്പോൾ ചെറിയൊരു സന്തോഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യയുടെ ഈ തിരിച്ചടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ കുറേയുണ്ട്. ഇന്ത്യൻ സൈനികർ പിടിയിലായിട്ടുണ്ട്, ഇന്ത്യൻ പാകിസ്ഥാൻ സേസ് 5 ഇന്ത്യൻ പ്ലെയിൻ ഷോട്ട് ഡൗൺ ഒക്കെയാണ്. ഒരു മയവുമില്ല, അത് എന്നൊക്കെ പറയാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ ഇത് വ്യാജ വാർത്തകളുടെ ബഹളമാണ്. അതായത് പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ എക്സ് ഹാൻഡിലിൽ കാണുന്നത് മറ്റേ വീഡിയോ ഗെയിം ഉണ്ടല്ലോ, യുദ്ധത്തിന്റെ വീഡിയോ ഗെയിമുകളുടെ ഒക്കെ വിഷ്വൽസ് ഇട്ടിട്ട് ഇന്ത്യയുടെ വിമാനം ആക്രമിച്ചിട്ടതാണെന്നൊക്കെ പറയുന്ന തരത്തിൽ വ്യാജ വാർത്തകളുടെ പ്രളയമാണ് ഇന്നത്തെ ദിവസം. വേണമെങ്കിൽ പറഞ്ഞോളൂ, പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാനിലെ സ്ക്രീനിൽ കാണുന്നത് കാണാം, ഒരുപാട് വ്യാജ വാർത്തകളുടെ സ്ക്രീൻഷോട്ട്സ് ആണ്. ഈ കാണുന്ന ഫേക്ക് ന്യൂസുകളിൽ തെറ്റിദ്ധരിക്കേണ്ട അത്തരത്തിൽ യാതൊരു സംഭവമില്ല. വളരെ ക്ലീൻ ആണ് ഓപ്പറേഷൻ സിന്ധു. നിലവിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 10 മണിക്ക് ഒരു ഔദ്യോഗികമായിട്ട് വിശദീകരണത്തിന് അല്ലേ? 10 മണിക്ക് ഔദ്യോഗിക വിശദീകരണം വരും മുമ്പ് തന്നെ നമുക്ക് പറയാം 17 ഭീകരരെ മാത്രം, ഒരു സാധാരണക്കാരനെ പോലും ഇന്ത്യൻ ആർമി തൊടില്ല. ഇന്ത്യൻ ആർമി അതിനല്ല, സമാധാനം, പീസ് ലവിംഗ് ആർമി എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആർമി ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകരരെ വളർത്തുന്ന കേന്ദ്രങ്ങളാണ്. അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. എൽദോ ഒന്ന് നോക്കൂ, ഈ ആക്രമണം നടത്തിയത് എവിടെയൊക്കെയാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ വരുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ, LETയുടെ, ലഷ്കർ-ഇ-തോയ്ബയുടെ നഴ്സറിയായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ. ആദ്യം ആക്രമിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മർക്കസ് സുബ്ഹാനല്ല, ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂരിലെ കേന്ദ്രം. ഈ മർക്കസ് ആണ് അവിടുത്തെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അവിടേക്കാണ് ആക്രമണം നടത്തിയത്. ഇത് പുൽവാമയിലെ ഫെബ്രുവരി 14, 2019 ഫെബ്രുവരി 14 ഇന്ത്യയുടെ ഹൃദയത്തെ വെട്ടിമുറിച്ച പുൽവാമ ആക്രമണത്തിന്റെ കേന്ദ്രമായി, അവിടുത്തെ ആസൂത്രണ കേന്ദ്രമായി പ്രവർത്തിച്ച മർക്കസ് സുബ്ഹാനല്ല കത്തിച്ചാമ്പലായിരിക്കുന്നു. അതായത് ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനമായിട്ടുള്ള മുറിഡ്ക്ക് ആക്രമണത്തിന് കൃത്യമായി വളരെ പ്ലാൻഡായി ഈ വേറെ സ്ഥലങ്ങളിലേക്കോ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ ലക്ഷ്യം വെക്കാതെ ഇന്ന ടാർഗറ്റുകൾ, ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുള്ളൂ, അത് ഭീകരവാദികളെ തുരക്കുക, ഭീകരവാദികളെ തകർക്കുക, നാമാവശേഷമാക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര വിജയം. പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതാ നമ്മുടെ സ്ക്രീനിലുണ്ട്. എന്തൊക്കെയാണ് ഈ ആക്രമണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ? തിരിച്ചടിക്കാൻ അന്തിമ തീരുമാനമെടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇക്കാര്യത്തിൽ ആക്രമണം എപ്പോൾ എങ്ങനെ നടത്തണമെന്ന് 3 സേനകൾക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ സമിതി ചേർന്ന് അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തിരുന്നു, അധികാരം കൊടുത്തിരുന്നു, നിങ്ങൾ തീരുമാനമെടുത്തോളൂ. ആ ആക്രമണത്തിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞ് അത് പ്രധാനമന്ത്രിയെ അറിയിച്ചു.
ഇന്നലെ വളരെ ചെറിയൊരു ടീമിനെ മാത്രം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അജിത് ഡോവലും സംഘവും നിയന്ത്രിച്ച കൺട്രോൾ റൂമിൽ ഇരുന്നാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുസഫറാബാദ്, കോട്ട്ലി, ഗുൽപൂർ തുടങ്ങിയ ഇത്രയും ഭാഗങ്ങളിൽ, കൃത്യമായ ഭാഗങ്ങളിൽ, അതിൽ 4 കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലാണുള്ളത്. അടുത്തത് ബാക്കി 5 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ തന്നെ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ്. സാധാരണ ഇന്ത്യ ചെയ്യാത്തതാണ്, പക്ഷേ ഇന്ത്യ അത് ചെയ്യിപ്പിച്ചു. എവിടെയൊക്കെ ഭീകരരെ വളർത്തുന്നുണ്ടോ അവിടെയൊക്കെ അതാണ്. ഏപ്രിൽ 22-ന് ഒരു മറുപടി ഉണ്ട്. അത് മെയ് 7 കുറിച്ചു വെച്ചോളൂ. അത് പാകിസ്ഥാൻ ജനതയോടല്ല, പാകിസ്ഥാനിലെ ഭീകരവാദികളാണ്. പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന ഭീകരരോട് മാത്രമാണ് ഈ മറുപടി. രാകേഷ് ആയിരുന്നു മാജിക് വാളിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, എല്ലാവർക്കും ആകാംക്ഷയുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന്, എങ്ങനെയൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത്. മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പ്രവിശ്യയിൽ പോയി അവിടെ കൃത്യമായി ഒരു ഭീകര കേന്ദ്രം തകർക്കുക എന്നുള്ളത് വളരെ പ്ലാൻഡ് ആയിരിക്കണം, വെൽ എക്സിക്യൂട്ടഡ്. ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ട് ഓരോ തവണയും ആക്രമണം നടത്തുന്ന ജെയ്ഷ് ഇ മുഹമ്മദിന്റെ നെഞ്ചത്ത് കത്തിയെടുത്തൊരു കുത്ത്. അതാണ് പാക് ഒക്കുപ്പൈഡ് കശ്മീർ, POK-ലല്ല, അതിനുമപ്പുറത്തേക്ക് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ തകർക്കണമെങ്കിൽ അത് എത്ര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണമായിരിക്കണം? എന്താണ് വിവരങ്ങൾ, എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ പുതിയതായി രാകേഷ്? കൃത്യമായ ആസൂത്രണത്തോടെ 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത്. അതിൽ 5 കേന്ദ്രങ്ങൾ പാക് അധീന കശ്മീരിലാണ്. പക്ഷേ 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളാണ്. സമീപകാലത്തൊന്നും ഇന്ത്യ ചെയ്യാത്ത നടപടിയാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ആക്രമിക്കുക എന്നുള്ളത്. ഈ മാജിക് വാളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ത്യ ആക്രമിച്ച സ്ഥലങ്ങൾ കാണാം. മുസഫറാബാദ് മുതൽ ഈ അറ്റത്ത് ബഹാവൽപൂർ വരെയുള്ള പ്രദേശങ്ങൾ. ഇതിൽ മുസഫറാബാദ് എന്ന് പറയുന്നത് പാക് അധീന കശ്മീരാണ്. പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന പ്രദേശമാണ്. അവിടെയാണ് ആദ്യ അറ്റാക്ക് ഇന്ത്യ നടത്തുന്നത്. 2 കേന്ദ്രങ്ങളിൽ മുസഫറാബാദിൽ ആക്രമണം നടത്തുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കോട്ട്ലിയും ഗുൽപൂരും ബിംബേറും, ഈ 4 പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാക് അധീന കശ്മീരിലുള്ളതാണ്. പക്ഷേ അതിന് താഴോട്ടുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന, പ്രത്യേകിച്ച് പഞ്ചാബുമായും രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമുണ്ട്. സിയാൽകോട്ടുണ്ട്, ചക്കമ്രു ഉണ്ട്, മുരിദ്കെ ഉണ്ട്, ബഹാവൽപൂർ ഉണ്ട്. ഈ 4 പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള പ്രദേശങ്ങളാണ്. പഞ്ചാബ് മേഖലയുള്ള, പാകിസ്ഥാന്റെ പഞ്ചാബ് മേഖലകളാണ്. എന്തുകൊണ്ട് ഈ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തു എന്നതും കൃത്യമായ ചോദ്യമുണ്ട്. കാരണം ആദ്യ അറ്റാക്ക് നടക്കുന്നത് മുസഫറാബാദിലാണ്. മുസഫറാബാദാണ് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനം. പലപ്പോഴും ഈ പാക് അധീന കശ്മീർ തന്നെയാണ് ഭീകരരുടെ പ്രധാനപ്പെട്ട താവളം. അതുകൊണ്ട് തന്നെയാണ് മുസഫറാബാദിൽ ഇന്ത്യ ആദ്യ 2 ആക്രമണം നടത്തുന്നത്. അതിനുശേഷം 3ാമത്തെ അറ്റാക്ക് ഉണ്ടാകുന്നത്, ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുന്നത് ബഹാവൽപൂരിലാണ്. ബഹാവൽപൂർ തെരഞ്ഞെടുക്കാൻ കൃത്യമായ കാരണമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. അവിടെയുള്ള ഭീകര താവളങ്ങളെ അടിച്ചമർത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം. കാരണം ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് ബഹാവൽപൂരിലാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹാവൽപൂർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അക്രമങ്ങൾക്ക് ജെയ്ഷ് ഇ മുഹമ്മദിന് പങ്കുണ്ട്. അത് പാർലമെന്റ് ആക്രമണമാകട്ടെ, അതിനുശേഷം ഇന്ത്യയിൽ നടന്ന പല ആക്രമണങ്ങളാകട്ടെ, മൗലാന മസൂദ് അസറിന് പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക്, ആ ഭീകരന്റെ സംഘടനയ്ക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹാവൽപൂർ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെയുള്ള ഭീകര താവളങ്ങൾ തകർക്കാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നത്. കാരണം മർക്കസ് സുബൻ അള്ള എന്ന് പറയുന്നതാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആ കേന്ദ്രമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. കാരണം പുൽവാമയുടെ ആസൂത്രണം, പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം അടക്കം നിരവധി ഭീകരാക്രമണ ആസൂത്രണങ്ങൾ നടന്നിട്ടുള്ളത് ഈ ബഹാവൽപൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അത്തരത്തിലൊരു ആക്രമണം ഇന്ത്യ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ മുരിദ്കെ എന്ന് പറയുന്ന പ്രദേശം, അതും സമാനമായ രീതിയിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലെ പ്രദേശം തന്നെയാണ്. അതെന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം ഇന്ത്യക്കുണ്ട്. കാരണം ഹാഫിസ് സയ്യിദ് എന്ന ഭീകരന്റെ സംഘടനയും പ്രവർത്തിക്കുന്നത് അവിടെയാണ്. ലഷ്കറിന്റെ ആസ്ഥാനം, ലഷ്കറിന്റെ സംഘടനകളെല്ലാം തന്നെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുരിദ്കെ ഇന്ത്യ അവിടെ അറ്റാക്ക് നടത്തുന്നത്, ഇന്ത്യ അവിടെ ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ലഷ്കറിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തെരഞ്ഞെടുത്തുകൊണ്ട് ആക്രമണം നടത്തുന്നത്. മറ്റൊന്ന് സിയാൽകോട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം. സിയാൽകോട്ടും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരമാണ്, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രദേശമാണ്. സിയാൽകോട്ടിലും ഭീകര താവളങ്ങൾക്ക് നേരെയും ഇന്ത്യയുടെ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരിക്കുന്നു. സിയാൽകോട്ട് തെരഞ്ഞെടുക്കാനും ഇന്ത്യക്ക് കാരണമുണ്ട്. കാരണം
ഹിസ്ബുൾ മുജാഹിദീന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സിയാൽകോട്ട് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരമൊരു ആക്രമണം നടക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത്തരം നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തിരിക്കുന്നത്. മെഹ്മൂന ജോയ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹിസ്ബുളിന്റെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് സിയാൽകോട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മറ്റ് 3 മേഖലകൾ നോക്കുകയാണെങ്കിൽ കോട്ട്ലിയും ഗുൽപൂറും ബിംബേറും എല്ലാം തന്നെ പാക് അധീന കശ്മീരിലെ പ്രദേശങ്ങളാണ്. അവിടെ തെരഞ്ഞെടുക്കാൻ ഈ 3 പ്രദേശങ്ങളും തെരഞ്ഞെടുക്കാനുള്ള കാരണം ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ പാക് അധീന കശ്മീരിലാണ് എല്ലാ കാലത്തും. കാരണം പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടുന്ന ഭീകരർ ആദ്യം എത്തുന്നത് ഇത്തരത്തിൽ പാക് അധീന കശ്മീരിലാണ്. അവിടെ ഈ ലോഞ്ച് പാഡുകളിൽ അവർ ആദ്യം എത്തും. ഈ ലോഞ്ച് പാഡുകളിൽ നിന്ന് കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഒരു ലോഞ്ച് പാഡിൽ നിന്ന് അവർ എത്തുകയും ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയിലേക്ക് കടക്കുകയും അതിന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സേനയുടെ ഒക്കെ തന്നെ പിന്തുണയുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ പ്രവേശിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നതാണ് പതിവ്. ഇപ്പോൾ